2009 ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ പജേറോ, എൻഡേവർ ആൻഡ് നമ്മളെ വളരെ മറന്നുപോയ CRV ഔട്ട്ലാൻഡർ ഒക്കെ ഉണ്ടായിരുന്ന മാർക്കറ്റിലേക്ക് ജാപ്പനീസ് മാനുഫാക്ചറേഴ്സും തായ്ലൻഡ് എഞ്ചിനീയേഴ്സും ചേർന്നിട്ട് ഒരു ലെജൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ ഓൾ mighty 4x4 ladder frame Fortuner. And this is the 2026 Legender Avatar. ഒരു റെഗുലർ ഫോർച്യൂണറിനെക്കാളും ലെജൻഡർ എന്താ സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചാൽ IMV പ്ലാറ്റ്ഫോമും ലെക്സസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനും വരുന്നൊരു പ്രോപ്പർ ബ്ലെൻഡ് ആണ് ലെജൻഡർ എന്ന് പറയുന്നത്. When Fortuner caters the proper off-roader and SUV category of audience, ലെജൻഡർ ഈ പറയുന്ന കുറച്ചുകൂടെ സോഫ്റ്റ് റോഡർ SUVസിനെ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ടൊയോട്ട പ്ലാൻ ചെയ്യുന്നത്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ വെൻ ലെജൻഡർ ലോഞ്ച് അത് ആദ്യം 4x2 ആയിട്ട് മാത്രമാണ് ലോഞ്ച് ചെയ്തത്. ലേറ്റർലി ഓൺ ഡിമാൻഡ് ആണ് അതൊരു 4x4 ആയത്. ആൻഡ് ഫോർച്യൂണറിന്റെ 4x4 എന്ന് പറയുന്നത് ഒരു റെഗുലർ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ്ലി പ്രാക്ടിക്കൽ 4x4. 17 വർഷമായിട്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയും റീസെയിൽ മാർക്കറ്റും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ഓൾഡ് സ്കൂൾ ജയന്റ്. സോ നമ്മൾ ഈ ഫോർച്യൂണറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് ട്രയൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആൻഡ് നൗ വി ആർ ഓൺ ഓപ്പൺ ഹൈവേ. രണ്ടിലും ഒരേപോലെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നതാണ് ഫോർച്യൂണറിനെ ബാക്കി കോമ്പറ്റീഷൻ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു എലമെന്റ്. ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വാഹനം അറൌണ്ട് ഒരു 50 ലക്ഷം രൂപയ്ക്ക് പ്ലേസ് ചെയ്യുമ്പോഴും നമ്മുടെ കറന്റ് മാർക്കറ്റ് ഓഡിയൻസ് ക്രേവ് ചെയ്യുന്ന കുറെ അധികം സാധനങ്ങൾ ഇതിലില്ല. ബട്ട് ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ഓണിങ് എ ഫോർച്യൂണർ. It is a proper old school ladder frame 4x4 SUV with a diesel engine. ഇന്ന് ഡീസൽ ഹാർട്ടുള്ള SUVs തീരെയില്ല. ഈവൻ ദോ ഡീസൽ ഹാർട്ടുള്ള കാർസ് തന്നെ ഇല്ല. അപ്പോഴാണ് ഫോർച്യൂണർ നമുക്ക് സ്റ്റിൽ ഒരു 201 bhp ആൻഡ് 500 Nm ടോർക്ക് വരുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള 2.8 ലിറ്റർ ടൊയോട്ടാസ് ഓൺ ഡീസൽ എഞ്ചിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റ് കോമ്പറ്റീഷനിൽ ഈ സെഗ്മെന്റിലേക്ക് എടുക്കുമ്പോൾ വി ക്യാൻ സേ ടൈറോൺ, കൊഡിയാക് ആൻഡ് ഓൾ. വേണമെങ്കിൽ BMW X1 നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ബട്ട് they don't have this powerful or reliable diesel engine. Southeast Asian countries-ലേക്ക് വേണ്ടി ടൊയോട്ട തായ്ലൻഡ് ഡിവിഷനിൽ ജാപ്പനീസ് എഞ്ചിനീയേഴ്സ് വന്ന് നടത്തി റിസർച്ചിൽ ജനറേറ്റ് ചെയ്ത് അത് IMV പ്ലാറ്റ്ഫോം, അതായത് ഹൈലക്സിലൊക്കെ കണ്ടുവരുന്ന ഗ്ലോബലി ഉള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് കൊണ്ടുവന്നൊരു പ്രൊഡക്റ്റാണ് ക്രിസ്റ്റ ആസ് വെൽ ആസ് ഫോർച്യൂണർ. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഫോർച്യൂണർ റയർ സൈറ്റേ അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും. സോ ബേസിക്കലി മാർക്കറ്റ് അറിഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഫോർച്യൂണർ ഇസ് ദ പെർഫെക്റ്റ് ചോയ്സ് ഫോർ എനിവൺ ഹു ആർ ഗോയിങ് ടു ബൈ ആൻ SUV. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന എൻഡേവർ കമ്പനിയായിട്ടേ പോയി. പജേറോ പിന്നെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ബട്ട് എന്തൊക്കെയോ കാരണത്താൽ പജേറോയ്ക്കും ഫോർച്യൂണറിനെ അങ്ങോട്ട് മാറ്റി ചിന്തിക്കാൻ വരുന്ന രീതിയിലേക്ക് വളരാനായിട്ട് പറ്റിയിരുന്നില്ല. ഗിയറിന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം, ഹൈലക്സ് ഇസ് എ കാർ വിച്ച് ഡസൻറ്റ് ഡൈ. ആ ഒരു DNA തന്നെയാണ് ഫോർച്യൂണറിലേക്ക് ഉള്ളത്. ഇപ്പോൾ കറന്റ് നമ്മളുള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ഓഫ് റോഡിങ്, ഗ്രാവൽ ഓഫ് റോഡിങ് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. ഈവൻ ദോ ലെജൻഡർ അവതാർ ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് പെർഫോമിംഗ് റിയലി വെൽ. നമുക്ക് ഹൈവേ ടെറൈൻ ടയേഴ്സ് ആണുള്ളെങ്കിൽ പോലും ഗ്രാവൽ ഓഫ് റോഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ചെയ്ത് എത്തിയിട്ടുണ്ട്. ഫോർച്യൂണർ നമുക്ക് ഇന്ത്യയിൽ 3 ടൈപ്പാണ് വന്നിട്ടുള്ളത്. D40 3 ലിറ്റർ എഞ്ചിനിൽ നിന്ന് 2.8 ലിറ്റർ എഞ്ചിൻ ആയപ്പോൾ പവർ ഫിഗേഴ്സിലും ടോക്ക് ഫിഗേഴ്സിലും എല്ലാം അത്യാവശ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അത് BS6ലേക്ക് എത്തിയപ്പോൾ നല്ല രീതിയിലുള്ള റിഫൈൻമെന്റും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പൊ നമ്മൾ ഒരു 500 കിലോമീറ്റർ ട്രിപ്പ് ഈ ലെജൻഡറായിട്ട് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും വാട്ട് വി ഫീൽ വാസ്, നമ്മൾ ഇന്ന് എല്ലാ വണ്ടിയിലും കാണുന്ന കുറെ ഗിസ്മോസ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആസ് ഇൻ ഈ അഡാസ് ഫീച്ചർ. ഈ 500 കിലോമീറ്റർ ഇപ്പൊ ട്രാവൽ ചെയ്തതിൽ വി വെന്റ് ടു ഹിൽസ്, ഓപ്പൺ റോഡ്സ്, എവറിത്തിങ്. അപ്പൊ ഇതിലൊന്നും തന്നെ നമുക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും തന്നെ യൂസബിൾ ആയിട്ട് ഫീൽ ചെയ്തിരുന്നില്ല. ക്രൂയിസ് കൺട്രോൾ ഒബ്വിയസ്ലി റെഗുലർ നോർമൽ ക്രൂയിസ് കൺട്രോൾ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിന്റെ മേ ബി ഞാൻ ഓൾഡ് സ്കൂൾ ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൽ താല്പര്യമില്ല. ഒരു റെഗുലർ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് അധികം നല്ലതാണ്. ബട്ട് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. റെസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടി തരുന്നുണ്ട്. മെയിനായിട്ട് ആപ്പിൾ കാർപ്ലേ അതൊരു മാൻഡേറ്ററി കാര്യമാണ്. ബിക്കോസ് നമ്മുടെ മെജോറിറ്റി ഓഫ് ദ വർക്ക്, ഒരു ഫോൺ കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, മാപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ കാർപ്ലേ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് തരുന്നുണ്ട്. ബേസിക്കലി ഇൻ മൈ ഒപ്പീനിയൻ എല്ലാ വെഹിക്കിൾസിലും വളരെ ബേസിക് ആയിട്ട് വേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ആപ്പിൾ കാർപ്ലേ.
ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ നമ്മുടെ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഹാസിൽസ് എല്ലാം തന്നെ ആ ഒരു ആപ്പിൾ കാർപ്ലേ നമുക്ക് മാറ്റി തരും. 500 Nm ടോർക്ക് ആൻഡ് 201 bhp. അത് BS4 കമ്പയർ ചെയ്യുമ്പോൾ BS6 വളരെ ലീനിയർ പവർ ഡെലിവറിയാണ്. ഒരു ടർബോ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ബോഡി റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ബ്രേക്കിംഗ് എത്ര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ആ ഒരു ഓൾഡ് സ്കൂൾ പവർ ട്രീ അത് നല്ലൊരു ഫീലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒബ്വിയസ്ലി നമ്മളൊരു ജർമ്മൻ സെഡാൻ എടുത്ത് എൻതൂസിയാസ്റ്റിക്കലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഇതൊരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിങ് എ ലാഡർ ഫ്രെയിം സെഷൻ. ബട്ട് ഒരു ഓപ്പൺ റോഡിൽ ഈ ഒരു ക്യാപ്റ്റൻ പൊസിഷനിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ദിസ് ഗീവ്സ് എ ഫീൽ. ആസ് ഐ മെൻഷൻഡ്, ഓഫ് റോഡ് കേപ്പബിലിറ്റീസ്, ലോ റേഞ്ച് യൂസ് ചെയ്ത് പോകേണ്ട ഓഫ് റോഡ് ട്രയൽസ് ഒന്നും നമ്മൾ പോയില്ല. ബട്ട് H4 ഇട്ട് പോകേണ്ടടുത്തെല്ലാം നമ്മൾ പോയപ്പോഴും വണ്ടി വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് പേഴ്സണലി ഐ എം നോട്ട് എ പ്രോ ഓഫ് റോഡ് ഡ്രൈവർ ആൻഡ് ഓൾ. വളരെ ബേസിക് ആയിട്ടുള്ള ഓഫ് റോഡിങ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓൺ മെജോറിറ്റി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ജീപ്പ് ട്രയൽസും ഈ നമ്മുടെ ടൊയോട്ടയുടെ തന്നെ ഹൈലക്സ് ബൂട്ട് ക്യാമ്പും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ഡിപ്പെൻഡിങ് ഓൺ മീ, അത്രയും ന്യൂബായിട്ടുള്ള ഒരു ഓഫ് റോഡിങ്ങിൽ പോലും വളരെ ഈസിലി നമ്മൾ ഈ വണ്ടി ടാക്കിൾ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ, അതായത് നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് സുഖമായിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് കമ്മിങ് ടു അഗെയിൻ ദ ഓപ്പൺ റോഡ്സ്, ഞാൻ ഈ പറഞ്ഞല്ലോ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡ്രൈവിങ്ങും ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് എ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീൽ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി വണ്ടിക്കുണ്ട്. സ്റ്റിൽ ഇറ്റ് ഹാവ് എ സോളിഡ് ഫീൽ. നമുക്ക് ഒരു കംഫർട്ട് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു സേഫ്റ്റി വി ഫീൽ ദാറ്റ് ഇൻസൈഡ്. കമ്മിങ് ടു ലെജൻഡർ, വാട്ട് ഇസ് ലെജൻഡർ? Type 3 Fortuner ഒരു ഫേസ് ലിഫ്റ്റ് 2021 കൊണ്ടുവന്നപ്പോഴേക്കും ടൊയോട്ട മേഡ് എ ന്യൂ സ്ട്രാറ്റജി. 2016-17 ലോഞ്ചായ Type 3 Fortuner 4x2 ആയിക്കോട്ടെ 4x4 ആയിക്കോട്ടെ, ദാറ്റ് ഡസന്റ് ഹാഡ് ഒരു കോസ്മെറ്റിക്കലി അതിന് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ദോസ് ഹു നോസ് ദാറ്റ് ഇസ് എ 4x2 ആൻഡ് ദിസ് ഇസ് എ 4x4 എന്നുള്ളത് പുറത്തുനിന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഏക മാർഗം അതിന്റെ അലോയ് വീലിന്റെ ഡിസൈൻ ആയിരുന്നു. സ്റ്റിൽ ഫോർച്യൂണർ അത് റെഗുലർ ഫോർച്യൂണറിൽ കൊണ്ടുവരുന്നുണ്ട്. ആസ് ഇൻ 4x2 വരുന്നത് ഒരു ഡയമണ്ട് കട്ടും 4x4 വരുന്നത് നല്ലൊരു അലോയ് ഡിസൈൻ ആണ്. പേഴ്സണലി മൈ ഫേവറേറ്റ്. ദിസ് ഇസ് ഓൾസോ ദെയർ ഇൻ ഹൈലക്സ് ഓൾസോ. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 കൊണ്ടുവന്ന ഫേസ് ലിഫ്റ്റിൽ ദേ ഡിഡ് വാസ് രണ്ട് വേരിയന്റ് ആയിട്ട് കൊണ്ടുവന്നു. ഒരു നോർമൽ ഫോർച്യൂണർ ആൻഡ് എ ഫോർച്യൂണർ ലെജൻഡർ എന്ന് പറഞ്ഞിട്ട്. നത്തിങ് സ്പെഷ്യൽ. ഒരു ലെക്സസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും വെച്ച് ഒരു വൈറ്റ് കളറിൽ വിത്ത് ബ്ലാക്ക് റൂഫ് എന്ന രീതിയിൽ കൊണ്ടുവന്ന കുറച്ചുകൂടെ സോഫ്റ്റ് റോഡ് ആയിട്ടുള്ള ബാക്കി SUVസിന്റെ കൂടെ ഒന്ന് കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഡിസൈൻഡ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലെജൻഡർ. ആൻഡ് ഇനിഷ്യലി ഇറ്റ് വാസ് ലോഞ്ച്ഡ് ആസ് എ 4x2 ഓൺലി. ലേറ്റർലി ആണ് അതൊരു 4x4 വരുന്നത്. ഒരിക്കലും ഫോർച്യൂണർ 4x2 നമുക്ക് ഈ പറയണ പോലെ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ പ്രസൻസ്, ബിക്കോസ് Fortuner doesn't give that much of comfort at all. അപ്പോഴും നമ്മൾ ഈ 4x2 നമ്മൾ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് മേടിക്കാന്ന് പറയുന്നത് അതിന്റെ പ്രസൻസിന് വേണ്ടി മാത്രമാണ്. ബട്ട് അറ്റ് ദ എൻഡ് Fortuner ഷുഡ് ബി 4x4. എന്നാൽ മാത്രമേ അതിന്റെ ഒരു കേപ്പബിലിറ്റീസ് നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജി Fortuner ആദ്യമായിട്ടല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 95 ക്വാളീസ് ലോഞ്ച് ആയ കാലഘട്ടം തൊട്ട് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ടൊയോട്ട ഇന്ത്യയുടെ കയ്യിലുണ്ട്. നമ്മളാരും ശ്രദ്ധിക്കാണ്ട് പോയിന്നേ ഉള്ളൂ. അത് ക്വാളീസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്വാളീസിന് 3 ടൈപ്പ് ക്വാളീസ് ഉണ്ടായിരുന്നു. ലിറ്ററലി 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ മോഡൽ കോൾഡ് FS, വിച്ച് ഇസ് എ ഫാമിലി സലൂൺ. അതായത് ഒരു ഫ്ലീറ്റ് സർവീസിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വാളീസ് ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് GST എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് സലൂൺ ടൂറിംഗ്. അത് കുറച്ചുകൂടെ ലക്ഷറി ആസ് ഇൻ ഫ്രണ്ട് പവർ വിൻഡോസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വേരിയന്റ് ആയിരുന്നു, AC കാര്യങ്ങളൊക്കെ ആയിട്ട്. Then there was Qualis Mist or RS. അത് അത്യാവശ്യം ഡിസൈനിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഫോർ ദ സെഗ്മെന്റ് അത് നല്ല ലക്ഷറീസ് പ്രൊഡക്റ്റും ആയിരുന്നു. അതില് റെയറിലെ ടെയിൽ ലാംപ്സ് എല്ലാം LC100 പോലെ നമ്മുടെ ബൂട്ടിലേക്ക് കയറി വരുന്ന രീതിയിൽ ഒരു ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ആ ക്വാളീസ് ഉണ്ടായിരുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് Fortuner is also taking the same strategy. പല കൈൻഡ് ഓഫ് ഓഡിയൻസിനെ കേറ്റർ ചെയ്യുക എന്ന ഉദ്ദേശത്തില് 2 വെഹിക്കിൾസ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഗുലർ ഫോർച്യൂണറും പോരാണ്ട് വാട്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ there is another variant called Gia Sport. That is a rare variant or a rare sight.
അതില് ഞാൻ ഇതുവരെയായിട്ടും ബ്ലാക്ക് സ്പോട്ട് ചെയ്തിട്ടില്ല കേരളത്തില്. ഫോർച്യൂണറിന്റെ ഡ്രൈവബിലിറ്റി മാത്രം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന എലമെന്റ് ആണ് അതിന്റെ സെക്കൻഡ് റോ. ഇറ്റ്സ് നോട്ട് സോ കംഫർട്ടബിൾ ബട്ട് എ ഡീസന്റ് സ്പേസ് ഉള്ള നല്ല റിക്ലൈൻ ആംഗിൾ ഉള്ള സെക്കൻഡ് റോ ആണ് ഫോർച്യൂണർ ലെജൻഡ് ആസ് വെൽ ആസ് റെഗുലർ ഫോർച്യൂണർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ ടെയിൽ ഗേറ്റ്സ് ആൻഡ് ഒരു വയർലെസ് ചാർജർ ഉണ്ട്. അത് വളരെ യൂസ്ഫുള്ളി ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഫോർച്യൂണർ എസ്പെഷ്യലി ലെജൻഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ലെജൻഡറിന് ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ ഫോർച്യൂണറിന് ഒരു റോനെസ് ഉണ്ട്. അത് കുറച്ചെങ്കിലും ടോൺ ഡൗൺ ചെയ്തൊരു പോളിഷ് ഫിഗറിലേക്ക് ലെജൻഡറിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് പ്ലേസ്മെന്റ് എങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. For example, if we on a regular Fortuner, if we went on a long trip and came back with full dust, നമ്മൾ ചിന്തിക്കും അത് കഴുകേണ്ട ഒരു ആവശ്യമില്ല, ആ വണ്ടിയുടെ റോ നേച്ചർ അതാണ്, അതിന്റെ ഹാബിറ്റാറ്റ് അതാണെന്നല്ല. ബട്ട് വെൻ വി ഓൺ എ ഫോർച്യൂണർ ലെജൻഡ് നമ്മൾ ആ അഴുക്കായിട്ടിരിക്കാനായിട്ട് സമ്മതിക്കില്ല. കുറച്ച് പൊടിയാണെങ്കിലും മാക്സിമം നമ്മൾ അത് കഴുകി മിനുക്കി നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഐ തിങ്ക് അതുകൊണ്ട് തന്നെയാണ് ലെജൻഡർ വൈറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് വി കാൻ ബെയർ എ മിനിമം ഒരു പോയിന്റെങ്കിലും പൊടി കണ്ടു കഴിഞ്ഞാൽ വി ഫീൽ OCD നമ്മൾ വല്ലാണ്ട് ഹിറ്റ് ചെയ്യും. അത് ഈ ഡിസൈനിന്റെ ഗുണമാണ്. റെഗുലർ ഫോർച്യൂണറിൽ അതില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് റോഡ് ആയിരിക്കും ലെജൻഡർ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഓൺ ഓഫ് റോഡ് ഇറ്റ് സർപ്രൈസ് മീ എ ലോട്ട്. So these are my views on Fortuner Legender 4x4.